ബീട്രൂട്ട് പച്ചടി അല്ലെങ്കിൽ മധുരം ചേർക്കാത്തതുകൊണ്ട് ചിലർ കിച്ചടി എന്നും പറയും. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു ബീട്രൂട്ട് നല്ലോണം കഴുകി അതിൻ്റെ തൊലി കളഞ്ഞ് ഒരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റുക. ഇത് നമ്മൾ വേവിക്കാനായിട്ടാണ് പോകുന്നത്. ഒന്നുകിൽ കുക്കറിൽ ഡയറക്റ്റായിട്ട് ഇതുപോലെ വെള്ളം ഒഴിച്ച് ഈ പാത്രത്തിൻ്റെ അകത്ത് വെള്ളം ഒഴിക്കാതെ വേവിക്കണം. അപ്പോൾ നമ്മൾ പരിപ്പ് എന്തെങ്കിലും വേവിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേവിച്ചെടുത്താൽ മതി. പ്രഷർ കുക്കറിൽ 4 വിസിലോളം വേവിച്ചെടുക്കുക. പ്രഷർ താഴ്ന്നതിന് ശേഷം അടപ്പ് തുറന്ന് ബീട്രൂട്ടിൻ്റെ ആ കൂട്ട് നമുക്ക് തണുപ്പിക്കാനായിട്ട് വയ്ക്കാം. അതിൽ ശകലം വെള്ളം കാണും. ആ വെള്ളത്തോടു കൂടെ തന്നെ നമുക്ക് ഈ തേങ്ങ അരച്ചെടുക്കാം. 2 പച്ചമുളകും ഒരു 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ശകലം വെള്ളവും കൂടെ ഒഴിച്ച് നല്ല മഷി പോലെ അരച്ചെടുക്കുക. അതിൽ ശകലം തേങ്ങാക്കൂട്ടിൻ്റെ കൂടെ തന്നെ ബീട്രൂട്ട് കഷ്ണങ്ങളാക്കിയതും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കുക. ഇതിലേക്ക് ഇനി വെള്ളം ഒഴിക്കേണ്ട. അരയ്ക്കാനായിട്ട് അതിനാണ് ശകലം തേങ്ങയുടെ കൂട്ടും കൂടെ വെച്ചത്. ബീട്രൂട്ടും തേങ്ങയുടെ കൂട്ടും നല്ലോണം ഇളക്കി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് യോജിപ്പിച്ചെടുക്കുക. അതിൻ്റെ കളറ് നല്ലോണം ഇറങ്ങി കിട്ടുകയും ചെയ്യും. ഇതിലേക്കൊരു താളിപ്പ് ചേർക്കാം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ കടുകും ചുവന്ന മുളകും കരിവേപ്പിലയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ താളിപ്പ് ചേർത്ത് മാറ്റി വയ്ക്കുക. നമ്മൾ വിളമ്പുന്നതിന് തൊട്ട് മുമ്പ് ഈ തൈര് അങ്ങ് ചേർത്താൽ മതി. നേരത്തെ തൈര് ചേർക്കുകയാണെങ്കിൽ അത് ശകലം തൈര് പുളിക്കാനും ചാൻസ് ഉണ്ട്, വെള്ളമാവുകയും ചെയ്യും. ഇത് വിളമ്പുന്നതിന് മുമ്പ് തൈര് മാത്രം ചേർത്ത് നമുക്ക് ഇതുപോലെ നല്ലോണം കലക്കി യോജിപ്പിച്ച് വിളമ്പാവുന്നതാണ്. നല്ല കളറിലുള്ള ബീട്രൂട്ട് പച്ചടി ഈ രീതിയിൽ തയ്യാറാക്കി നോക്കുക.